എൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലെ, ഇത് നമ്മുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് ചിലപ്പോൾ എൻ്റെ മലയാളം രീതി പറയാൻ അത് ശരിയാവട്ടില്ല, അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കിൽ ഇറങ്ങി. സോ എനിക്ക് കുറേ ത്രെറ്റനിങ് കോൾ മോർണിംഗ് വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അതൊക്കെ എൻ്റെ കുറേ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എൻ്റെ കുറേ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാകുമ്പോൾ എങ്ങനെയാണ്, ഇതാ ശരിയില്ലാതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി കാരണം എനിക്ക് കുറേ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറേ ഫ്രം സൗദി അറേബ്യ, അബുദാബി. അവസാനം പ്രതീക്ഷ കാര്യം തന്നെ സംഭവിച്ചു. മാപ്പുമായിട്ട് ജാൻമണി രംഗത്തെത്തിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഗൈസ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഒരു അറിവില്ലാത്ത പൈതൽ ചെയ്തു പോയത് കണക്ക് കരുതി നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഒരു തമാശയായിട്ട് കരുതണം. ഇതാണ് നിങ്ങളുടെ തമാശ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ കുടുംബത്തെ വരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അമ്മയും അച്ഛനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്ന ഇതിനെയാണോ തമാശയായിട്ട് കാണേണ്ടതെന്ന് പറയുന്നത്? എവിടത്തെ തമാശ? എങ്ങനത്തെ തമാശ? ഇപ്പോൾ 16ന്റെ പണി എല്ലാ അർത്ഥത്തിലും കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും, അത് കേന്ദ്രത്തിൽ നിന്ന് തന്നെ 8ന്റെ പണിയല്ല 16ന്റെ പണി തന്നെ കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവസാനം ഗത്യന്തരമില്ലാതെ മാപ്പപേക്ഷയുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നു. എന്തുവാ നിങ്ങൾ വിചാരിച്ചത്? അറിയാൻ പറഞ്ഞിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്കെതിരെ എന്തും അങ്ങ് വിളിച്ചു പറയാം എന്നുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാ തന്നത്? അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും പലതരത്തിലുള്ള പണി വരുമെന്നുള്ളത് ഓർക്കുക. അത് ഓർത്തില്ലെങ്കിൽ ഇതുപോലെ അവസാനം വന്ന് നിന്ന് മാപ്പപേക്ഷിക്കേണ്ട തരത്തിലുള്ള കാര്യങ്ങൾ മാറും. ഇത് മാപ്പപേക്ഷയിലൊന്നും നിൽക്കത്തില്ല. ഇത് നിങ്ങൾക്കുള്ള പണി ഈ പറയുന്ന രീതിയിൽ കേസായിട്ടും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കേന്ദ്രത്തിൽ നിന്നും ഒപ്പിച്ചു വയ്ക്കുന്ന തരത്തിൽ നിങ്ങൾ തന്നെ ആ വീഡിയോയിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. വായ്ക്ക് ലൈസൻസ് ഇല്ലെങ്കിൽ വാ തുറക്കാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ ഈ പറയുന്ന ഒരു ക്യാമറയും പിടിച്ച് കുറേ എണ്ണം ഇങ്ങനെ മുമ്പ് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഒരു ഇതും ഇല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് അങ്ങ് എന്തും വിളിച്ച് പറയുന്ന തരത്തിലോട്ട് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കൈയടിക്കും എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങ് എന്തും വിളിച്ച് കൂവാം എന്നുള്ള ആ ഒരു തോന്നലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു മാപ്പപേക്ഷ ഞാൻ നേരത്തെ തന്നെ കരുതിയിരിക്കുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു. കാരണം ഇത് ഉടനെ അധികം വൈകാതെ തന്നെ വരുമെന്നുള്ളത്. കാരണം അത്രത്തോളം നല്ല പണി തന്നെയാണ് ഇവർക്ക് എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അങ്ങനത്തെ കേസാണ് ഇവർക്കെതിരെ പല രീതിയിൽ പല സ്റ്റേഷനിലും പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ജാൻമണി നിങ്ങൾ ഈ പറയുന്ന ബിസിനസ് ക്ലാസ്സിലും അതിലും ഇതിലും ഒക്കെ അല്ലേ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ശരിക്കും പല രീതിയിലുള്ള ഇത് ഇന്ത്യ ടൂർ തന്നെ നടത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കേന്ദ്രം തന്നെ ചിലപ്പോൾ ഒപ്പിച്ചു വെച്ച് തരും. നിങ്ങൾ അറിയാതെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഇത് കാണുന്നവർ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞതെന്നുള്ളതും നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് പറഞ്ഞതെന്നുള്ളതും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ തന്നെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് അതങ്ങ് വിട്. എന്തായാലും എരന്ന് വാങ്ങിച്ചു വെച്ച പണിയല്ലേ ഇത്. അപ്പോൾ പിന്നെ അനുഭവിക്കുക എന്നല്ലാതെ ഇതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല.